ഹായ് എവരിവൺ, IIT JAM 2025 എക്സാമിൻ്റെ റിസൾട്ട് മാർച്ച് 19 വന്നു. നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ റാങ്ക്, മാർക്ക്, അതുപോലെ തന്നെ റെസ്പോൺസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. അതായത് ടോപ്പ് IITകളിലേക്കുള്ള ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ 2025 മാർച്ച് 23 ഓപ്പൺ ആയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓർഗനൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡൽഹി. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒഫീഷ്യൽ ലിങ്കിലൂടെയാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും അതുപോലെ തന്നെ നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ടുള്ളതും. അതേ സെയിം ലിങ്ക് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ പ്രൊസീജിയറും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ നേരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിൽ കാണാൻ പറ്റും JOAPS അഡ്മിഷൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ലോഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഡീറ്റെയിൽസ്, സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഏകദേശം ഇങ്ങനെയാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരിക. അതിൽ ലോഗിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന സമയത്ത്, അതായത് ജാം എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. അതായത് റിസൾട്ട് നോക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു എൻറോൾ ID അടിച്ചിരുന്നു. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. ആ എൻറോൾ ID അടിക്കുക, ഇമെയിൽ അഡ്രസ്സ് അടിക്കുക, അതുപോലെ തന്നെ ആ പാസ്വേഡ്, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ആ കോഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണവശാൽ പാസ്വേഡോ കാര്യങ്ങളോ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർഗോട്ട് അടിച്ചിട്ട് മെയിൽ വഴി തിരിച്ച് രണ്ടാമത് പാസ്വേഡ് ഉണ്ടാക്കാവുന്നതുള്ളൂ. ബട്ട് അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നേരെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അതേ പോർട്ടലിലേക്ക് പോകും. ഇപ്പോൾ ഇതൊരു ഡമ്മി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എൻറോൾ ID മുകളിൽ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരെന്താ അത് വെച്ചിട്ടാണ് വെൽക്കം ചെയ്യുക. അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അന്ന് നിങ്ങൾ പാർഷ്യലി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ മാർക്ക് ലിസ്റ്റ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. നമുക്ക് നമ്മുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുമ്പോഴാണ് മാർക്ക് ലിസ്റ്റ് വേണ്ടു. അന്ന് അഡ്മിറ്റ് കാർഡ് കിട്ടാനുള്ള കാര്യങ്ങളും പേയ്മെൻറ്റും മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കൂടി കാണണം, ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വ്യൂ റിസൾട്ട് ആൻഡ് ഡൗൺലോഡ് സ്കോർ കാർഡ് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതർവൈസ് വേണ്ട, നിങ്ങളുടെ എല്ലാ കയ്യിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ഫോം ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പണ്ട് ചെയ്തിരുന്ന അതേ പോർട്ടലിലേക്കാണ് പോവുക. നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ടൈപ്പ് ചെയ്തിരുന്ന അതേ പോർട്ടൽ, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിൽ നമ്മളുടെ പേര്, എൻറോൾ ID, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് കാറ്റഗറി ആണ്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പം ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടാവുക ഒരു നാഷണാലിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതെന്നുള്ളത് ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ ചെയ്യും. അതെന്താണ്, വോട്ടർ ID ആണെങ്കിൽ വോട്ടർ ID, പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട്. അതല്ലാതെ ഇതൊന്നും ഇതിൽ പാടില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ, ആധാർ കാർഡ് പാടില്ല, അതുപോലെ തന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് പാടില്ല, പാൻ കാർഡ് പാടില്ല, ഡ്രൈവിംഗ് ലൈസൻസ് പാടില്ല, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ID അതൊന്നും പാടില്ല. ഒന്നുകിൽ വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട് സൈസ് പാസ്പോർട്ടിലെ നമ്മുടെ നാഷണാലിറ്റി കാണിക്കുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതാണ് നിങ്ങളുടെ നാഷണാലിറ്റി കാണിക്കുന്നതെങ്കിൽ ഏതാണോ നാഷണാലിറ്റി കാണിക്കുന്നതിൻ്റെ PDF സ്കാൻ ചെയ്തിട്ടുള്ള ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായത്, അതായത് 300 KB താഴെയുള്ള ഒരു കോപ്പിയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ട. അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് അഡ്രസ്സ് എന്താണ്, അതൊക്കെ നേരത്തെ നിങ്ങൾ ഫില്ല് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒന്നും വേറെ കൊടുക്കണ്ട. ഓൾറെഡി നിങ്ങളുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിലുള്ള അതേ സെയിം സാധനം തന്നെയാണ്. അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ നേരെ നിങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്തതായിരിക്കും കേരള. ഇതിലൊന്നും നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആകെ ഒരു എഡിറ്റിംഗ് വരുന്നത് ഇവിടെ മാത്രം. അപ്ലോഡ് ചെയ്യുക, എന്ത്, അപ്ലോഡ് ദ സെലക്ടഡ് ഡോക്യുമെന്റ് സപ്പോർട്ട് ഇന്ത്യൻ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, അതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്യുക. അത് മാത്രമേ വേണ്ടൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തായി, സേവ്ഡ് ആയി, കംപ്ലീറ്റഡ് ആയി പ്രൊസീജിയർ. അതിനുശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ്. ഇതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗം. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അത് ഇവർ പറയുന്ന പോലെ തന്നെ 300 KB താഴെയായിരിക്കണം അപ്ലോഡിങ് നടക്കേണ്ടത്. അത് കഴിഞ്ഞ് ക്വാളിഫയിങ് ആയിട്ടുള്ള ഡിഗ്രി ഡോക്യുമെന്റുകളാണ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉണ്ട്, അപ്ലോഡ് കൺസൾട്ടേറ്റ് മാർക്ക് ഷീറ്റും ഉണ്ട്. കൺസോൾട്ടേറ്റ് മാർക്ക് ഷീറ്റ് പറഞ്ഞിട്ടൊരു ഷീറ്റ് ഉണ്ട് നമുക്ക് 6 സെമസ്റ്ററിൻ്റെ, അത് അപ്ലോഡ് ചെയ്യണം. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വേണ്ട, കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. അതർവൈസ് കൺസൾട്ടേറ്റഡ് ആണെങ്കിൽ അത് മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്തൊരു കാറ്റഗറിയാണ് എന്ത്, ആഡ് റെക്കോർഡേഴ്സ്. നിങ്ങൾ 3 ഇയറുകളായിട്ട് 6 സെമസ്റ്ററിലാണ് ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവുക.
അപ്പോൾ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ പേപ്പറുകളാണ് എഴുതിയെന്നുള്ളത്, അതായത് നെയിം ഓഫ് സബ്ജക്റ്റ്. ഒന്നാമത്തെ ഫസ്റ്റ് ഇയറിൽ ഒന്നാമത്തെ സെമസ്റ്ററിൽ ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്, ബേസിക് മെക്കാനിക്സ് പ്രോപ്പർട്ടീസ്, കാൽക്കുലസ് ആൻഡ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക് എഴുതിയിട്ടുണ്ട്. അതുപോലെ തിയററ്റിക്കൽ കെമിസ്ട്രി. ചിലപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഓരോരുത്തരും ഓരോന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവും, ഓരോ യൂണിവേഴ്സിറ്റികൾ ഓരോ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. അത് എഴുതുക നിങ്ങൾ. എന്തൊക്കെയാണ് ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റിൽ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ പേരുകൾ എഴുതുക. അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മാർക്ക് എഴുതുക. അത് ഔട്ട് ഓഫ് എത്രയിലാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഒരു സപ്ലിമെൻ്ററി എക്സാമോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാമോ നടത്തി വെച്ചാൽ അതിൻ്റെ മാർക്കായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യണം നല്ലത്. അതിൻ്റെ വേറെ സർട്ടിഫിക്കറ്റ് ഇടണ്ട, അത് ഒറിജിനൽ കൺസൾട്ടേറ്റിൽ വന്നിട്ടുണ്ടാവുമല്ലോ റിവൈസ് ചെയ്തത്, അത് വെച്ചിട്ട് എഴുതായിരിക്കും നല്ലത്, അല്ലാതെ വേറെ സെപ്പറേറ്റ് ചെയ്യണ്ട. ഇനി ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 3 ഇയറിൻ്റെയും 6 സെമസ്റ്ററിൻ്റെയും സബ്ജക്റ്റുകൾ ഇങ്ങനെ ഓരോ 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ എൻ്റർ ചെയ്ത് പോകുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ 6 സെമസ്റ്ററിൻ്റെ അത്യാവശ്യം സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ എഴുതി കഴിയും. അപ്പോൾ ചിലത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ പറയാം, ലാബ് എക്സാം, ബേസിക് ഫിസിക്സിൻ്റെ ലാബ് എക്സാം 1 എന്ന് നമ്മുടെ മാർക്ക് ഷീറ്റിലുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് വരുമ്പോൾ ബോധേഡ് ആവണ്ട. ആദ്യം നിങ്ങൾക്കുള്ളത് ഫസ്റ്റ് ഇയറിൻ്റെ, സെക്കൻഡ് ഇയറിൻ്റെ, തേർഡ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം, അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മാർക്ക് ഷീറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഗ്രേഡ് ആയിരിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കണ്ടോ ഒരു അപ്ലോഡ് ഫിൽഡ് ഡിക്ലറേഷൻ ഫോം എന്നുള്ളത്, അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് പ്രിന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ആ പ്രിന്റഡ് ഫോം നിങ്ങൾക്ക് താഴെ തന്നെ കിട്ടും. ആ പ്രിന്റഡ് ഫോം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഡിക്ലറേഷൻ ഫോം. ഈ ഡിക്ലറേഷൻ ഫോമിൽ നിങ്ങളുടെ പേര്, എൻറോൾ ID, ക്വാളിഫൈഡ് ഡിഗ്രി എഴുതി കഴിഞ്ഞ് ഇവിടെ സെമസ്റ്റർ അല്ലെങ്കിൽ ഇയർ. അപ്പം നിങ്ങൾ സെമസ്റ്ററുകാരാണെങ്കിൽ സെമസ്റ്റർ എടുക്കുക. സെമസ്റ്റർ എടുത്തിട്ട് കോഴ്സിൻ്റെ കോഡ് മാർക്ക് ഷീറ്റിൽ കിട്ടും. അപ്പോൾ ലാബിൻ്റെ എക്സാം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബേസിക് ലാബ് ആണെങ്കിൽ അതിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് അടിക്കുക. അതാ നെയിം ഓഫ് ദി കോഴ്സ്, എന്താണ് കോഴ്സിൻ്റെ പേര്. ഇപ്പോൾ ബേസിക് മെക്കാനിക്സ് ലാബ് 1 ആണെങ്കിൽ അതിൻ്റെ കോഡ് അടിക്കുക, നെയിം ഓഫ് ദി കോഴ്സ്, സെയിം സാധനം തന്നെ ഇപ്പുറത്തേക്ക് അടിക്കുക. അതായത് ഡിക്ലറേഷൻ ഫോം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് മറ്റോടത്ത് എൻ്റർ ചെയ്യാൻ പറ്റാത്ത പല കോഴ്സുകളും നിങ്ങൾ ഇതിൽ പ്രിൻ്റ് എടുത്തിട്ട് എഴുതണം. അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത 10 കോഴ്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ചിലപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ എറർ കാണിച്ചു, അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് എറർ കാണിച്ചു, ലാബ് എറർ കാണിച്ചു, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി എറർ കാണിച്ചു. സപ്പോസ് ഈ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ എറർ കാണിക്കുന്നത് ആ പേപ്പർ വേഗം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വാളിഫൈങ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കുക. ക്വാളിഫൈങ് ഡിഗ്രി മാർക്ക് ഷീറ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കുക. എന്താണ് ഇല്ലാത്തത് വെച്ചാൽ അത് കാണിക്കുക, എന്താണ് ഉള്ളത് വെച്ചാൽ അത് കാണിക്കുക. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇതിനെയാണ് ഡിക്ലറേഷൻ. നമുക്ക് എന്തെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ എഴുതുക. അത് എന്നിട്ട് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുക. ഇത് പ്രിൻ്റ് എടുത്തിട്ട് എഴുതി തിരിച്ചെന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് ഈ പോർട്ടലിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക, അപ്ലോഡ് ഡിക്ലറേഷൻ. ഓക്കെ, ഈ അപ്ലോഡ് ഡിക്ലറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പ്രിവ്യൂ നോക്കണമെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ നോക്കിയിട്ട് സേവ് ചെയ്താൽ മതി. ഓക്കെ, അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ആ നെക്സ്റ്റ് പേജാണ് എന്ത്, പ്രോഗ്രാം ചോയ്സ്. അതായത് നമ്മളിനി ഏത് IITകളാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുന്നതാണ് ഈ പ്രോഗ്രാം ചോയ്സ്. പ്രോഗ്രാം ചോയ്സിൽ മെയിനായിട്ടും തുറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ പോർട്ടൽ പേപ്പർ വരും. അതായത് ആ ഇൻഫർമേഷൻ ഏത് പേപ്പറാണ് നിങ്ങൾ, അതായത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ പേര് വരും നമുക്ക്. അതിൻ്റെ മാർക്ക്, റാങ്ക്, നമ്മുടെ രജിസ്ട്രേഷൻ ID ഒക്കെ വരും. കൺഫേം ആക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് ഈ ഒരു ബ്രൗഷർ വായിക്കാം. അതായത് നിങ്ങൾ ടോപ്പ് കൊടുക്കേണ്ടതിന് ഗ്രീൻ, അതായത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിന് ഗ്രീൻ ആരോലും, റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ, അതായത് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് എടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയാസ് വായിച്ചിട്ട് നേരെ ഈ പോർട്ടലിലേക്ക് പോവാം. സെലക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെലക്ട് കോഴ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ OR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് റാങ്ക്, CR പറഞ്ഞാൽ ക്ലോസിംഗ് റാങ്ക് ആണ്. അപ്പോൾ ഓരോ IITകളുടെ ബ്രൗഷർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും. അതായത് IIT ഡൽഹിയിൽ ഏതൊക്കെ കോഴ്സാണ്, IIT മദ്രാസിൽ ഏതാണ്, IIT മുംബൈയിൽ എവിടെയാണ്, ഏതൊക്കെ കോഴ്സുകളാണ്, IIT ഭുവനേശ്വർ, ഇൻഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ IITകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവണം. അത് വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിഫറൻസ് ചെയ്യാൻ. അതുപോലെ തന്നെ ക്ലോസിംഗ് റാങ്കും ഓപ്പണിംഗ് റാങ്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ റാങ്കിനോട് അടുത്ത് വരുന്ന IITകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക. നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ ഒരു 100ൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ IIT മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, അങ്ങനെ മദ്രാസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിഫറൻസ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ബുക്ക്ലെറ്റ് വേണം, IITകളുടെ കോഴ്സിൻ്റെ
ഒരു ഡീറ്റെയിൽസും ക്ലോസിംഗ് റാങ്കിൻ്റെയും ഓപ്പണിംഗ് റാങ്കിൻ്റെയും എന്ത് വേണം, ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ വേണം. അതിനനുസരിച്ചിട്ട് വേണം ഓരോരുത്തരും അവരുടെ പ്രിഫറൻസ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റാങ്ക് 50-ന് മുകളിലുള്ള ആളുകളാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക മുംബൈ, ഡൽഹി, അങ്ങനെ IIT മദ്രാസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ 200-നും 300-നുള്ളവരും IIT മദ്രാസ് കൊടുക്കും, IIT ഹൈദരാബാദ്, ഇൻഡോർ. അങ്ങനെ റാങ്കുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ IIT-കൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ആദ്യത്തെ IIT ഏതാണോ നമ്മുടെ റാങ്കിനനുസരിച്ചിട്ട് അതിൻ്റെ കോഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത IIT, അങ്ങനെ IIT മദ്രാസ്, IIT ഡൽഹി, അങ്ങനെ ഓരോ IIT-കളും കൊടുത്ത് നിങ്ങൾക്ക് എത്ര IITs കൊടുക്കണം വെച്ചാൽ അത്രയും കൊടുക്കാം. 9, 10 എത്ര ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. പക്ഷേ പ്രിഫറൻസ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് കിട്ടുക. അതർവൈസ് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാ IIT-കളുടെ ഡീറ്റെയിൽസും കോഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുകയാണ് ചെയ്യുക. അതിപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ 45 റാങ്ക് എങ്കിൽ ആദ്യത്തെ 60 വരെയുള്ള കുട്ടികൾ, കഴിഞ്ഞ പോലെ 45-ാമത്തെ റാങ്കാണ് ക്ലോസിംഗ് എങ്കിൽ ഇപ്രാവശ്യത്തെ 60 വരെയുള്ള കുട്ടികൾക്ക് അതിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മേ ബി കട്ട് ഓഫ് ഒക്കെ കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും കൂടി ടൈറ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ 60 റാങ്കുള്ള ഒരാൾക്കൊക്കെ IIT മുംബൈയിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 50 ഉള്ള ആൾക്ക്, 30 ഉള്ള ആൾക്കൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 100-ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ IIT മുംബൈയിലോ അല്ലെങ്കിൽ IIT ഡൽഹിയിലോ ഒക്കെ ചാൻസ് ഉണ്ടായിരിക്കും, അതുപോലെ ഹൈദരാബാദ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്കിനോട് ഏകദേശം അടുത്തും ഒരു 10-50 റാങ്ക് ഒരു വ്യത്യാസമായാലും നിങ്ങൾ പ്രിഫറൻസ് അങ്ങനെ നോക്കി എടുത്താൽ മതി കേട്ടോ. 17, 18, 19 ഒക്കെ ക്ലോസിംഗ് റാങ്കുകൾ നോക്കി നിങ്ങളുടെ സബ്ജക്റ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള IIT-കളും അതുപോലെ അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകുന്നത് ഡിക്ലറേഷനിലേക്കാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കുക, കറക്റ്റ് ആണെന്ന് പറയുക. കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റേതായ റീസൺസ് നമ്മൾ ആ ഡിക്ലറേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. പിന്നെ ഡിക്ലറേഷൻ ഫോം നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ അത് കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ നാഷണാലിറ്റിയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ എററുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഡിക്ലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, സേവ് പ്രിഫറൻസ് സേവ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഒന്നും കൂടിയും വ്യൂ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ രണ്ടാമത് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ വേറെ പണിയില്ലല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ സേവ് ചെയ്തിട്ട് എല്ലാം വ്യൂ ചെയ്യുക, കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എന്നിട്ട് നേരെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കാർഡ് വഴി ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, അല്ലെങ്കിൽ UPI ID വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പല രീതിയിലും സാധാരണ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിരുന്ന സമയത്ത്, അതായത് എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിരുന്നില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഇതേ പ്രൊസീജിയർ തന്നെ നോക്കിയാൽ മതി. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ്സ് ഒരുപാടുണ്ടായിരിക്കും. അത് നോക്കി തെറ്റാതെ, അതാണ് കറക്റ്റ് ഫസ്റ്റ് ഇയറിൽ എന്ത്, സെക്കൻഡ് ഇയറിൽ എന്ത്, തേർഡ് ഇയറിൽ എന്ത് എന്നുള്ളത് സെപ്പറേറ്റ് നോക്കി എല്ലാം ചെയ്യണം. അതുപോലെ മാർക്ക് ഷീറ്റ് വേറെ, കൺസൾട്ടേറ്റ് മാർക്ക് ഷീറ്റ് വേറെയാണെന്ന് നോക്കണം. പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഓരോ കോഴ്സ് എടുത്തപ്പോൾ ഫസ്റ്റ് കൺസൾട്ടേറ്റ്, ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമ്മിൻ്റെ കൺസൾട്ടേറ്റ് വേറെ, സെക്കൻഡ് സെമ്മിൻ്റെ വേറെ, തേർഡ് സെമ്മിൻ്റെ വേറെ, അങ്ങനെ വേറെ എല്ലാം നോക്കി എവിടെയൊക്കെ എന്തൊക്കെ അപ്ലൈ ചെയ്യണം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതെല്ലാതും എന്ത് ചെയ്യണം, 300 KB താഴെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സ്കാൻ ചെയ്തിടാൻ. ഓക്കെ, പേരും സിഗ്നേച്ചറും വേണ്ട, ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും, നാഷണാലിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഫോം ഡിക്ലറേഷൻ ഉണ്ട്, അതെന്തായാലും വേണ്ടി വരും. ചില സബ്ജക്റ്റുകൾ ഇതിൽ എൻട്രി ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡിക്ലറേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ഈ പ്രിഫറൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലാണ് പിന്നെ ഫർദറായിട്ട് NIT-യുടെ ആപ്ലിക്കേഷൻ ഫോം തുടങ്ങുള്ളൂ. അതും ഇതുപോലെ തന്നെയാണ്, ആദ്യം IIT കഴിഞ്ഞിട്ടാണ് പിന്നെ NIT-യിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ.